കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പത്രത്തിനകത്ത് ആനന്ദിന്റെ വിവാഹ പരസ്യമൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ബാലൻ പറഞ്ഞു, അതെന്താ, ഞാൻ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അവന് വിവാഹം നടക്കില്ലെന്ന് അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ഒരു പരസ്യം കൊടുത്തതെന്ന് ആകാശിനോട് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞ ഉടനെ ആകാശ് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല അച്ഛാ, ഞങ്ങൾ വെറുതെ കൊടുത്തെന്നുള്ളൂ. ഒരു പക്ഷേങ്കില് ഇങ്ങനെ നടക്കുവാണെങ്കിൽ നടക്കട്ടെ എന്ന് പറയാണ്. ഈ സമയം ബാലൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അവനോട് പറഞ്ഞാലേ, ഇനി അവന്റെ മനസ്സിൽ എന്തെങ്കിലും പ്രണയം ഉണ്ടെങ്കിൽ അവനോട് ഞങ്ങളോട് പറ. ഇനിയിപ്പം ഞങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിനെ വിളിച്ചോണ്ട് വരാൻ പറ. പക്ഷെ വിളിച്ചോണ്ട് വരുമ്പോ ഒരു കാര്യമുണ്ടോ, സ്വർണമോ പണമോ അങ്ങനെയൊന്നും മോഹിച്ച് ഒരിക്കലും അവളെ വിളിച്ചോണ്ട് വരില്ലെന്നും കൂടെ പറഞ്ഞേക്കണമെന്ന് പറയാം. ഇത് കേട്ടതും ആന്റെ മുഖം വല്ലാതെ ആയിപ്പോയി. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, എന്താ ബാലേട്ട ഇങ്ങനെയൊക്കെ പറയാനേ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം പെൺകുട്ടിനെ വിളിച്ചോണ്ട് വരുന്നതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല. നാളെ അതിന്റെ പേരില് പെൺകുട്ടിനെ വിളിച്ചോണ്ട് വന്നതിന്റെ അല്ല, ഈ സ്വർണത്തിന്റെ പേര് പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറയാണ് എന്നും പറഞ്ഞ് ബാലൻ അങ്ങോട്ട് പോവാണ്. ഈ സമയം ആരും നേരെ ധർമ്മന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ ആനന്ദേട്ടന്റെ വിവാഹം നടക്കണമെന്ന് പറയാം. പിന്നീട് ഗോമതി പറഞ്ഞു, അമ്മ എനിക്കൊരു ചായ എടുത്തോണ്ട് വരാൻ പറയാണ്. അതെ, മോൻ മുറിയിലേക്ക് പോക്കോ, ഞാൻ കൊണ്ടുവന്നേക്കാം. വേണ്ട, എനിക്ക് ഇങ്ങോട്ട് തന്നാ മതി എന്ന് പറയാണ്. ഈ സമയം ആകാശ് ചോദിച്ചു, അതെന്താടാ നീ എത്രയും പെട്ടെന്ന് നടക്കണോന്ന് പറഞ്ഞേ? അല്ല, നമ്മളൊക്കെ വിവാഹം കഴിച്ചില്ലേ, അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ട് ആനന്ദേട്ടന്റെ മനസ്സിലും കാണും. ഇനി പാപം, ഇനിയിപ്പൊ എത്ര കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കുന്നേ, ആ മനസ്സിൽ ടെൻഷൻ ഉണ്ടല്ലോ, പുറത്തൊന്നും പറയത്തില്ലോ എന്ന് പറയാ. അത് ശരിയാന്ന് ഈ സമയം ധർമ്മനും പറയാ. പിന്നീട് ആരും മുറിക്കകത്ത് ഇങ്ങനെ ഫോണിനകത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മിത്ര കോളേജിൽ പോകാനായിട്ട് റെഡിയായിട്ട് അങ്ങോട്ട് വരുവാണ്. പിന്നീട് ആരിനെ കഴിക്കാനുള്ള മെഡിസിനൊക്കെ എടുത്ത് വെള്ളം എടുത്ത് ആന്റെ അരിയിലേക്ക് ചെല്ലുവാണ്. ആരിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആര്യ ഈ മെഡിസിൻ കഴിക്കാൻ പറയണ. ഇത് കേട്ട ആര്യം പറഞ്ഞു, ഇതെന്തിന്റെ മെഡിസിനാ? അല്ല, ആരിന്റെ ഇപ്പൊ ചതവിനും മുറിവിനും ഒക്കെ ഉള്ള മെഡിസിനാന്ന് പറയണം. ഓ അങ്ങനെ, ഈ മെഡിസിൻ വാങ്ങിച്ചോണ്ട് വന്ന ആള് ഞാനാ, അപ്പൊ എനിക്ക് കഴിക്കാനും അറിയാന്ന് പറയാം. അല്ല, അത് പിന്നെ ഞാൻ എടുത്തെന്നോർത്ത് എന്താ കുഴപ്പം? അതെ, നീ എടുത്തു തരേണ്ട കാര്യമില്ല, കൂടുതൽ സെന്റിമെന്റ്സ് ഒന്നും കാണിക്കാൻ പറയണ്ട, പറഞ്ഞു കേട്ടല്ലോ. അല്ല ആന്റെ അടുത്ത് അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞേ, ഇപ്പൊ ആരെടുത്ത് തന്നാലും ആരും മെഡിസിൻ കഴിക്കണം, കഴിക്കാതിരിക്കല്. അത് മാത്രമല്ല, പുറത്തേക്കൊന്നും അധികം ഇറങ്ങി വെയിൽ കൊള്ളുകയും ചെയ്യില്ല. അതുകൊണ്ട് ആ കോളേജിൽ പോകുന്ന സമയത്ത് ഞാൻ കോളേജിലേക്ക് വരാൻ ആരിനെ നിർബന്ധിക്കായിരുന്നെന്ന് പറയാം. ഇത് കേട്ട ആര്യം പറഞ്ഞു, എന്റെ കാര്യത്തിൽ കൂടുതൽ നീ അങ്ങോട്ട് ആള് കളിക്കണ്ട, പറഞ്ഞു കേട്ടല്ലോ. നീ നിന്റെ കാര്യം നോക്കി കോളേജിലേക്ക് പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. ഈ സമയത്ത് കഥകെ മുട്ടുന്ന കിട്ടും. രണ്ടുപേരും ഒരു നിമിഷം ഒന്നും ഞെട്ടിപ്പോയി. ആരായിരിക്കും പോലും വിളിച്ചെന്നൊരു ടെൻഷൻ അവരുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നീട് മിത്ര പോയി കഥവ് തുറക്കണം. കഥവ് തുറന്നു നോക്കിയപ്പോ ആകാശാണ്. എന്താ അവിടെ ഒരു ഒച്ചപ്പാടും വേളോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ആര്യം പെട്ടെന്ന് പറഞ്ഞു, ഒച്ചപ്പാടും വേളോ? ഒന്നുമില്ല, മിത്ര കോളേജിലേക്ക് പോകാനായിട്ട് റെഡിയാകുമായിരുന്നു പറയണം. ഈ സമയം ആരിനോട് ചോദിച്ചു, അല്ല നീ കോളേജിൽ പോകുന്നുണ്ടോന്ന് ചോദിക്കുക. ഞാൻ പോണില്ല എന്ന് പറയാണ്. അല്ല, മിത്ര പോയിക്കോട്ടല്ലേ, അല്ലെങ്കിൽ മിത്ര എന്തിനാ ഇവിടെ നിക്കണേ? ഇനിയിപ്പം നിനക്ക് ഇവിടെ അമ്മ ഞങ്ങളെല്ലാരും ഉണ്ടല്ലോ എന്ന് പറയാണ്. നോക്കാനായിട്ടാണെങ്കിൽ എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിലേ ഞങ്ങളോട് ആരുടെയും പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ആര്യമ, ശരിയാ, അത് ഇവളോട് ഞാൻ പറയായിരുന്നു, ഇവള് കോളേജിൽ പോകുന്നില്ലെന്നും പറഞ്ഞിരിക്കുക, അപ്പൊ ഇവളെ വഴക്ക് പറഞ്ഞ് ഞാൻ കോളേജിലേക്ക് പറഞ്ഞു വിടുമായിരുന്നു പറയാം. പിന്നീട് മിത്ര ആര്യനോട് പറഞ്ഞതേ, ആര്യ മെഡിസിനും കഴിക്കാൻ മറക്കരുത്, ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയാം. അതൊക്കെ ഞാൻ കഴിക്കില്ല എന്റെ പൊന്ന് പോയിട്ട് വരാനും പറഞ്ഞോണ്ട് ആകാശിനെ കാണിക്കാൻ വേണ്ടിയിട്ട് മിത്രയുടെ താടിയിലേക്ക് ഒന്ന് പിടിച്ച് ഒന്ന് കൊഞ്ചിക്കുവാണ് ആര്യൻ. പിന്നീട് മിത്ര അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാ. ഈ സമയത്ത് ആകാശ് പറഞ്ഞു, അതെ എനിക്കറിയാം നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന്. ഹോസ്പിറ്റലാണെങ്കിലും നിന്റെ പൈസയൊന്നും ഇല്ലാന്ന് പറയാം. കല്യാണം കൂടെ കഴിഞ്ഞില്ലേ, ഇത് വെച്ചാണെന്ന് പറഞ്ഞ് കുറച്ച് പൈസ എടുത്ത് അങ്ങോട്ട് കൊടുക്കുവാണ്. ഇതെന്താ ആകാശേട്ടാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പത്തിന് ആകാശ് പെട്ടെന്ന് പറഞ്ഞു, നിനക്ക് ആവശ്യം വരില്ല, ഇനിയിപ്പം മരുന്ന് മേടിക്കണമെങ്കിലും പൈസ വേണ്ടെന്ന് ചോദിക്കുക. അതിന്റെ കാര്യമൊന്നുമില്ല, ആകാശേട്ടൻ്റെ എവിടുന്ന പൈസ? മീനാക്ഷി എടുത്ത് തന്നാണോ അതോ കടയിൽ നിന്ന് എടുത്താണോന്ന് ചോദിക്കും. അതൊന്നും നീ അറിയണ്ടാന്ന് പറയാം. പെട്ടെന്ന് ആരിന് ആ പൈസ നേരെ ആകാശിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. എനിക്ക് ഈ പൈസയുടെ ഇപ്പൊ ആവശ്യമില്ല, ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിച്ചോളാം. എനിക്ക് ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്, എനിക്ക് എന്തെങ്കിലും ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടറിഞ്ഞ് ചെയ്യാനായിട്ട് എന്റെ ഏട്ടന്മാരെന്റെ കൂടെ ഉണ്ടല്ലോ, എനിക്ക് അത് മാത്രം മതി എന്ന് പറയാം. അതിന്റെ കണ്ണ് രണ്ടും നിറഞ്ഞു വന്നു. പിന്നീട് മിത്ര കോളേജിലേക്ക് പോവാണ്. അപ്പൊ കോളേജിലേക്ക് പോകുന്ന വഴിക്കാണ് തന്റെ ഫ്രണ്ട് ജീനയെ കാണുന്നത്. അങ്ങനെ ജീനയെ കണ്ടു കഴിയുമ്പോ പെട്ടെന്ന് മിത്ര പറഞ്ഞു, അത് ജീന, ഇന്ന് നമ്മൾ കോളേജിലേക്കല്ല പോണേന്ന് പറയാണ്. കോളേജിലേക്കല്ല? അതെന്താ അങ്ങനെ പറഞ്ഞേ? അതെ, രാധാപുരം വരെ പോണം, അവിടെ വിനായക കോളനി പോണെന്ന് പറയാം. വിനായക കോളനിയിലോ? 10-35 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്, നീ ഇതെന്ത് ഭാവിച്ചാന്ന് ചോദിക്കും. അതെ, എനിക്ക് അവിടെ പോകാതിരിക്കാൻ പറ്റില്ല, എനിക്ക് മിഥുനെ കണ്ടെത്തണം എന്ന് പറയാണ്. മിഥുനെ കണ്ടെത്താനാ? അതെ, മിഥുന്റെ വീട് അവിടെ എവിടെയാണ് മിഥുന്റെ വീട്, എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങളൊരു ക്യാമ്പിന് പോയി കഴിഞ്ഞപ്പം അവിടെ വെച്ച്
അവനെ കണ്ടതാണ്. അപ്പൊ അവന്റെ വീടും അവൻ കാണിച്ചെന്നാണ്. അപ്പൊ അവിടെ പോണെന്ന് പറയാ. അല്ല, അത് പിന്നെ നടക്കുന്ന കാര്യം വല്ലതുമാണോ? അതൊന്നും കുഴപ്പമില്ല, എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. ദേ, അവൻ ആ സ്വർണം കൊണ്ടുപോയതിനു ശേഷം ആരിനും ഒരു സമാധാനമില്ല. ആരിനെ അതിന്റെ പേരിൽ അലോക് ഒത്തിരി ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. ഒരു പക്ഷെ ആ സ്വർണം ഇനി തിരികെ കൊടുത്തില്ലെങ്കിൽ എന്റെ വീട്ടുകാർ വീണ്ടും ഇനി അലോകിനെ ഉപദ്രവിക്കും. അല്ല, ആരിനെ ഉപദ്രവിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ സ്വർണം തിരികെ കൊടുക്കണമെന്ന് പറയാം. ദേ, ഇതെങ്ങാനും നടക്കുന്ന കാര്യമാണോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് റിസ്ക് എടുത്തും എനിക്ക് അവിടെ പോയേ പറ്റുള്ളൂ എന്ന് പറയാണ്. ഈ സമയം ബാലൻ റോഡിൽ കാത്തു നിൽക്കുവാണ്. അപ്പോഴാണ് അലോകിന്റെ വരവ്. അങ്ങനെ അലോക് ബൈക്കിൽ അങ്ങോട്ട് പാഞ്ഞു വരുമ്പോ ബാലൻ അങ്ങോട്ട് കയറി ചെയ്യുന്നു. നിർത്താൻ പറയാണ് ബൈക്ക്. എന്താ എന്താ കാര്യം നിൽക്കും, ഇങ്ങോട്ട് ഇറങ്ങടാന്ന് പറയണേ. എന്തിനാ? ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങിയാ മതി. ഓ, വഴി വെച്ച് ഷോ കാണിക്കുവാണെന്ന് ചോദിക്കും. ഷോയൊന്നും അല്ലടാ, എന്താ കാണിക്കാൻ പോകുന്നത്, ഞാൻ കാണിച്ചു തരാന്ന് പറയണം. എന്റെ മകന്റെ നേർക്ക് നീ കൈ വെക്കും അല്ലേടെന്ന് ചോദിക്കണം. പിന്നെ കൈ വെക്കാതെ നിങ്ങളുടെ മകൻ ചെയ്ത കാര്യം എന്താ? എന്റെ സഹോദരനെ അടിച്ചോണ്ട് പോയെന്ന് പറയണം. അടിച്ചോണ്ട് പോയെന്നോ? അതെങ്ങനെയാടാ അടിച്ചോണ്ട് പോകുന്നതാന്നേ? പ്രായപൂർത്തിയായ പുരുഷന് സ്ത്രീ അവര്. പുരുഷന് 21 വയസ്സും സ്ത്രീക്ക് 18 വയസ്സും ആയിട്ടാണെങ്കിൽ അവർക്ക് പ്രായപൂർത്തിയായി. അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിക്കാം. അതിന്റെ ഇടയ്ക്കിലേക്ക് ദേ, ഞാന് സഹോദരനാണോ അച്ഛനാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയറി ചെന്നിട്ട് ഒരു കാര്യമില്ല. അറിയാലോ, അത് ഞാൻ കൂടുതൽ എന്തെങ്കിലും പറയേണ്ട കാര്യമില്ലോ എന്ന് ചോദിക്കുക. ഇത് കേട്ടത് ഒരു നിമിഷം ഒന്ന് അലോക് ഇന്ന് ആലോചിച്ചു വന്നു. പിന്നീട് പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും ശരി, അവൻ ചെയ്ത് അത്ര വലിയ തരമാണ്, അതുകൊണ്ട് അവനിട്ട് ഞാൻ അടിച്ചതെന്ന് പറയാം. ഇത് കേട്ടത് അങ്ങോട്ട് ദേഷ്യം വന്നു ബാലിന്. ഇങ്ങോട്ട് ഇറങ്ങടാന്ന് പറഞ്ഞ് എന്ത് ചെയ്യുവാണ്? ബാലൻ അവിടെ കിടന്നൊരു കമ്പം കൊടുത്തു. അവന്റെ കൈക്കിട്ട് അങ്ങോട്ട് കൊടുക്കുവാണ്. ഓഹോ, നിങ്ങൾ അത്രയ്ക്കായെന്ന് ചോദിക്കുക. എന്നാ നിങ്ങൾ കാണിച്ചു തരാന്ന് പറയാണ്. എടാ, നീ പ്രായമൂപ്പൊന്നും നോക്കണ്ട, ഇങ്ങോട്ട് ഇറങ്ങി വാടാന്ന് പറയാണ്. പിന്നെ അവിടെ നടന്നൊരു പൊരിഞ്ഞ യുദ്ധമായിരുന്നു. ബാലൻ അവിടെ അവനെ നന്നായിട്ട് അടിക്കുന്നുണ്ട്. ഈ സമയത്താണ് ആര്യൻ അങ്ങോട്ട് വരുന്നത്. ആര്യം കണ്ടു ആ കാഴ്ച. അച്ഛൻ അലോകിനെ അടിക്കുന്നത്. പിന്നീട് അവസാനം അടി കൊണ്ട് ചുരുണ്ട് കിടക്കുന്ന അലോകിന് നേർക്ക് വടി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, നിന്റെ കൈയും കാലും എനിക്ക് തല്ലി ഓടിക്കാൻ അറിയത്തില്ലാഞ്ഞിട്ടല്ല, മേലാല് എന്റെ മോന്റെ ദേഹത്ത് അങ്ങനെ തൊട്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്റെ പ്രതികരണം, അറിയാലോ എന്നും പറഞ്ഞിട്ട് ആ സ്കൂട്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോവാണ്. ആരിന് അറിയാതെ തന്നെ കണ്ണു നിറഞ്ഞു പോയി. തന്റെ ദേഹത്ത് അലോ കൈ വെച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ അച്ഛന് സഹിക്കാൻ പറ്റിയില്ലെന്ന് മനസ്സിലായി. പിന്നീട് കാണിക്കുന്ന മിത്രയും ജീനയും കൂടെ കൂടി മിഥുന്റെ വീട്ടിലേക്ക് എത്തുവാണ്. അങ്ങനെ കോളിംഗ് ബെല്ല് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കതവ് തുറന്നു. കതവ് തുറന്നു വന്ന് മിഥുന്റെ അച്ഛനായിരുന്നു. ആരാ എന്താന്ന് ചോദിക്കാണ്. മിഥുന്റെ വീടല്ലേന്ന് ചോദിക്കും. അതെ, മിഥുനുണ്ടോ ഇവിടെ? മിഥുൻ ഇവിടെ ഇല്ലാന്ന് പറയാണ്. മിഥുൻ എവിടെ പോയിക്കോ? അതൊന്നും അറിയില്ലാന്ന് പറയാണ്. അപ്പൊ മിത്രയുടെ ചോദിച്ചാൽ ആരാന്ന് ചോദിക്കുക. ഞാൻ മിത്രയാ. അതെ, മിഥുന്റെ ഫ്രണ്ടാന്ന് പറയാ. അല്ല, നിങ്ങൾ വന്നേരെ കാര്യം എന്താന്ന് പറഞ്ഞില്ല. ഇത് കേട്ടാൻ ജീന പെട്ടെന്ന് പറഞ്ഞു, മിഥുനുണ്ടല്ലോ ഇവളുടെ കുറെ സ്വർണവും പണമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുക. അതിന്റെ പേരും പറഞ്ഞ് ഇവളുടെ വീട്ടിൽ ആകെപ്പാടെ പ്രശ്നമായിരിക്കുക. അതുകൊണ്ട് അവനെ കാണണമെന്ന് പറയാം. ഇത് കേട്ട അയാൾ പറഞ്ഞു, അവൻ ഇവിടെ ഇല്ല, നിങ്ങൾ പോവാൻ പറയാണ്. പെട്ടെന്ന് ദേഷ്യം വന്ന് അങ്ങോട്ട് മിത്രയ്ക്ക്. മിത്ര പറഞ്ഞു, അവൻ ഇവിടെ ഉണ്ട്, എനിക്കറിയാം, ഞാൻ അവനെ കണ്ടിട്ട് പോകത്തുള്ളൂ എന്ന് പറയണം. പറഞ്ഞു നിൽക്കുന്ന മനസ്സിലാവല്ലേ, ഞങ്ങൾ പോലീസിനെ വിളിക്കുമെന്ന് പറയാം. ഇത് കേട്ട മിത്ര പറഞ്ഞു, എങ്കിൽ പോലീസിനെ വിളിക്കുക, എത്രയും പെട്ടെന്ന് നമുക്ക് കാര്യമൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാലോ എന്ന് പറയണം. ഈ സമയം ജീനെ എന്നിട്ട് മിത്രനെ പിടിച്ച് അവിടെ ഇരുത്തോണം. നീ ഇവിടെ ഒന്ന് ഇരിക്കുക, ഒന്ന് സമാധാനിക്കുക. ഇല്ലെന്ന് പറഞ്ഞില്ല, ഞാൻ ചോദിക്കാന്ന് പറയണം. പിന്നീട് എന്നിട്ട് പറഞ്ഞു, അങ്കിളെ ഞങ്ങളെ എങ്ങനെയൊന്ന് രക്ഷിക്കണം. ഒരു പക്ഷേങ്കിൽ ഇവളുടെ വീട്ടിലേക്ക് കയറി ചെല്ലണമെങ്കിൽ ആ സ്വർണം കൂടിയേ തരുള്ളൂ. എങ്ങനെയെങ്കിലും മോന്റെ കയ്യിൽ നിന്ന് ആ സ്വർണം ഒന്ന് വാങ്ങിച്ചാണെന്ന് പറയാം. ഇത് കേട്ടോ അയാൾ പറഞ്ഞു, ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഇനിയിപ്പൊ അവനെ അന്വേഷിച്ച് കണ്ടെത്തണമെങ്കിൽ അവൻ ചെല്ലുന്ന കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവൻ പോകുന്നത്. പെട്ടെന്ന് ജിനേഷ് അത് എവിടെയൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിക്കുക. ആ സ്ഥലപ്പേരൊക്കെ പറഞ്ഞു കൊടുക്കുക. അവിടെയൊക്കെ ചെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവനെ കാണാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ, സൂക്ഷിച്ചും കണ്ടും വേണം പോവാനായിട്ട്. അവന്റെ സ്വഭാവത്തെ കൂടി ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ. പെട്ടെന്ന് മിത്ര പറഞ്ഞു, അവന്റെ സ്വഭാവം എനിക്ക് എന്തും മനസ്സിലായിട്ടുണ്ട്, അവൻ പക്കാ ഫ്രോഡാന്നുള്ള കാര്യം എനിക്കറിയാം. പിന്നെ സൂക്ഷിച്ചും കണ്ടും പോയില്ലെങ്കിൽ എന്തെങ്കിലും ആപത്ത് വന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മിത്രയോട് പറയാം. ശരിയെന്ന് പറഞ്ഞതിന് മിത്രയും ജീനയും അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയത്ത് ഗോമതി ബ്ലൗസൊക്കെ തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അമ്മയുടെ വിളി വരുന്ന മതിലിന്റെ അടുത്തുനിന്ന്. ഗോമതി ഓടി ഇറങ്ങി ചെല്ലുവാണ്. അങ്ങനെ അമ്മേനെ കണ്ടതും ഭയങ്കര സന്തോഷമായി. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മിത്രയുടെ ആന്യം വിവാഹം നടത്തണം എന്നുള്ളത്. അങ്ങനെ എന്റെ മനസ്സിൽ ആഗ്രഹം നടന്നല്ലോ എന്ന് പറയാ. ഗോമതി ചോദിച്ചു, നിനക്ക് ഇഷ്ടമായിരുന്നു അവര് തമ്മിൽ ഒന്നിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഗോമതി പറഞ്ഞു, എനിക്ക് ഇഷ്ടമായിരുന്നു, എനിക്ക് ആന്യം മിത്ര ഒന്നിച്ച് കാണാനായിട്ട് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പറയാം. മുത്തശ്ശി പറഞ്ഞു, എന്റെയും കുഞ്ഞുനാളിലെ മുതൽ ആഗ്രഹമായിരുന്നു, എന്താണ് ദൈവമായിട്ടത് സാധിച്ചതെന്ന് പറയാം. അല്ല, മിത്രമോളോട് സ്നേഹമൊക്കെയാണ് ആര്യനെന്ന് ചോദിക്കുക. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ ഗോമതി പറഞ്ഞു, സ്നേഹം, അവർ തമ്മിൽ നല്ല ഇഷ്ടത്തിലാന്ന് പറയാം. അത് വെറുതെ പറഞ്ഞാന്നുള്ള കാര്യം പാവം മുത്തശ്ശിക്കോട്ട് അറിയത്തില്ല താനും. ഈ സമയത്താണ് ഗോമതിയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. അതെ, എന്നാ മോള് ചെല്ല, ഫോൺ ബെല്ലടിക്കുന്നുണ്ടെന്ന് പറയാണ്. അങ്ങനെ ഗോമതി ഓടി വന്ന് കോൾ എടുക്കുവാണ്. അപ്പൊ ബാലനാണ് വിളിച്ചത്. എന്താ ബാലേട്ടാ? അതെ, നീ പെട്ടെന്ന് റെഡി ആയിട്ടിരിക്കുക, നമുക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. എവിടെ?
അല്ല ആനന്ദിന്റെ ഒരു വിവാഹാലോചന, അപ്പൊ ആ പെണ്ണിന്റെ വീടൊന്ന് പോയി കാണണമെന്ന് പറയാ. എന്നാ ശരിയെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന പെണ്ണിന്റെ വീട് പോയി കണ്ടിട്ട് ബാലനും ഗോമതി ഇറങ്ങുവാണ്. ഈ സമയത്ത് പെണ്ണിന്റെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, അതെ ഇനിയിപ്പൊ ഞങ്ങൾ അങ്ങോട്ട് കാണാൻ വരേണ്ട കാര്യമില്ലോ. അല്ല നിനക്ക് ചെറുക്കനെ കണ്ടേ? ഞങ്ങൾ കണ്ടിട്ട് എന്ത് ചെയ്യാനാ? അതെ അവള് കണ്ടിട്ടുണ്ട് ആനന്ദിനെ, അവൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് പറയാം. എന്നാലും ഒരു കുഴപ്പമില്ലെന്ന്, ഇനിയിപ്പൊ നമുക്ക് ഈ കല്യാണം കൂടെ ഉറപ്പിച്ചേക്കാം, ബാക്കി കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ പോരേന്ന് ചോദിക്കുകയാണ്. ശരി മതി എന്ന് പറഞ്ഞിട്ട് ബാലനും ഗോമതിയും സന്തോഷത്തോടു കൂടിയിട്ടാണ് അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങണേ. ഈ സമയത്ത് മിത്രയും ജീനയും കൂടെ കൂടിയിട്ട് കുറെ വീടുകളൊക്കെ കുറെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അവര് പറയുന്ന സ്ഥലങ്ങളെല്ലാം അന്വേഷിച്ച് മിഥുനെ അന്വേഷിച്ച് പോവാണ്. അവൻ ചെല്ലാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം പോയി അരിച്ചു പെറുക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും മിഥുനെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അവസാനം ജീന പറഞ്ഞു, നമ്മളിത് എന്ത് ചെയ്യും? ഇനിയിപ്പൊ അവനെ കണ്ടെത്താൻ പറ്റിയില്ലോ, ഇനിയിപ്പൊ നീ എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ എന്ന് ചോദിക്കുക. അവനെ കണ്ടെത്താതെ ഒരിക്കലും ഞാൻ ഇവിടുന്ന് പോകാനായിട്ട് കൂട്ടാക്കുന്നില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാന്നും പറഞ്ഞുകൊണ്ട് മിത്ര അവിടെ നിൽക്കുവാണ്. ഗോമതിയും ബാലനും പോയ ഉടനെ തന്നെ അച്യുതനെ ഫോൺ വിളിക്കുവാണ് പെണ്ണിന്റെ അച്ഛന്. പിന്നീട് പറഞ്ഞു, അച്യുതേട്ടനല്ലേന്ന് ചോദിക്കുക. അതെ ഞാനേ KK ടൈൽസിന്റെ ഓണർ രാജനാന്ന് പറയണ. ആ എന്താ രാജ, വിളിച്ച കാര്യം പറ. അതെ സാറിന്റെ പെങ്ങളുടെ മോനാണല്ലോ ആനന്ദൻ, അപ്പൊ ആനന്ദിന്റെ ഒരു വിവാഹാലോചന വന്നിട്ടുണ്ടെന്ന് പറയാ എന്റെ മോളുമായിട്ട്. അപ്പൊ അതിനെക്കുറിച്ച് സാറിനോട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചാന്ന് പറയാ. ഇത് കേട്ടത് അച്യുതൻ പറഞ്ഞു, നിങ്ങൾ എന്താ പറയണേ? അപ്പൊ നിനക്ക് നിങ്ങളുടെ മോളെ വേണ്ടേന്ന് ചോദിക്കുക. അതെന്താ അങ്ങനെ പറഞ്ഞേ? അങ്ങോട്ട് കെട്ടിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ മോളുടെ ജീവിതം തകർന്ന് തരിപ്പണമായി പോയതാന്ന് പറയണ. പിന്നീട് കുറെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുക. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാജൻ പറഞ്ഞു, ശരി ഇപ്പോഴെങ്കിലും അച്യുതേട്ടനെ വിളിക്കാൻ തോന്നുന്നത് എന്റെ ഭാഗ്യം, നന്നായി. ഇനി എന്താണ് ഈ വിവാഹാലോചനയായിട്ട് മുന്നോട്ട് പോകുന്നില്ലെന്ന് പറയാ. ഈ സമയം അച്യുതന്റെ ചിരി അങ്ങ് ചിരിക്കുവാണ്. എടാ ബാല, നിനക്കൊട്ടുള്ള ഒന്നാമത്തെ അടി എന്റെ, ഇനിയും പുറകെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുമെന്ന് മനസ്സിൽ പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.